ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്ലേറ്റ് ഇറച്ചി കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടെ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? ആര് പറഞ്ഞിട്ടാണ് സാറേ ഈ എല്ലാവരും അടികൾ? ആരരുത്. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് കേട്ടോ ബാലു? മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഞാൻ അറിയിച്ചോളൂ. ഞാൻ ആരാണെന്ന് എവിടെ നിന്ന് വന്നാണെന്നും ഒക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി അറിയിച്ചോളൂ കേട്ടാ. എന്തായാലും ഇക്രമം സാർ ഇത്തരം അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളം. ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. എന്തോന്ന്? ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും. ഇതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരു പക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പക്ഷെ നമുക്കത് പറ്റില്ല. ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. പുള്ളി പറയുന്നത് മമ്മൂക്കയെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പോയത് ഞാനവിടെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റവാട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്ന ദൈവമൊന്നുമല്ല. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്, ഒരാളുടെ അല്ല. പക്ഷെ ഇവരെല്ലാം ഈ ഒരാളെയാണോ ആരാധിക്കുന്നത്? ഇപ്പം മമ്മൂക്കയുടെ മാത്രം ഇത്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന എല്ലാ പടവും വിജയിക്കണം. ഒരു ദിവസം പോലും തികച്ചോടാത്ത പടങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. കുറ്റമില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഇതൊക്കെയെന്ന് പറയുന്ന നീചമായ പ്രവൃത്തിയിൽ ഒരാളെ ഏർലി മോർണിംഗിന് റോഡിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക, നല്ലൊരു ഷായളൊക്കെ ഇട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഉരിപ്പിച്ച് വിടുക, മനസ്സിലായേ? അങ്ങനെയുള്ള പല പല കുത്സിതങ്ങൾ പുള്ളിക്കുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം.